ഗ്രാമങ്ങൾ ഇല്ലാതെയാകുകയും നഗരങ്ങൾ മാത്രം അവശേഷിക്കുകയും അസംതൃപ്തിയുടെ ആഴങ്ങളിൽ വീണ് മനുഷ്യൻ സ്വയം പിടഞ്ഞു മരിക്കുകയുമെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഗ്രാമ പശ്ചാത്തലത്തിന്റെ, ഗ്രാമ സവിശേഷതയുടെ, ഗ്രാമ വിശുദ്ധിയുടെ, ഗ്രാമ നൈർമല്യത്തിന്റെ എല്ലാം മുഖച്ഛായയോടുകൂടി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന 14ഓളം കഥകളുടെ ഒരു സമാഹാരമാണ് ഗന്ധമോഹിനി എന്ന രജനി സുരേഷിന്റെ ഈ കൃതി. ഇത് നമ്മോട് സംവദിക്കുന്നത് ഒരു ഗ്രാമീണ മനസ്സുമായ, നഗരത്തെയും ഗ്രാമത്തെയും വേർതിരിക്കുന്നത് പലപ്പോഴും ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ചിന്താഗതി, അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ജീവിത മൂല്യങ്ങളുടെ എല്ലാം വ്യത്യസ്ത തലങ്ങളെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും. ഇവിടെ അത്തരത്തിൽ ഗ്രാമത്തിന്റെ വിശുദ്ധിയും എന്നാൽ ഗ്രാമത്തിന്റെ ചില കുസൃതികളും, എന്നാൽ ഗ്രാമത്തിൽ കണ്ടുവരുന്ന ചില മലീമസമായ ഹൃദയങ്ങളും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഗന്ധമോഹിനി അവതരിപ്പിക്കുകയാണ് രജനി സുരേഷ്. പല കഥകളാണ്, പല കഥകൾക്കും പല സ്വഭാവങ്ങളുണ്ട്. എങ്കിലും വായനക്കാരന് ഒരു ഗ്രാമത്തിന്റെ ഒരു ഇളം തെന്നലിന്റെ ഒരു സുഖകരമായ അനുഭവം പലപ്പോഴും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. രജനി സുരേഷിന്റെ കഥാരചന ഒരു മാന്ത്രിക വിദ്യയാണ്. കളം വരച്ച് കരുക്കൾ നിരത്തുന്നത് പോലെ ജീവനുള്ള മനുഷ്യരുടെ പല തലങ്ങളിൽ ചേർത്ത് നിർത്തി അപൂർവ സുന്ദരമായ കഥാശില്പം നിർമ്മിക്കുന്നു. ഒരു ഗന്ധർവലോകത്ത് ചെന്നു പറ്റിയ വേറിട്ട അനുഭവമാണ് ഈ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക. ഇതിന്റെ അവതാരികൾ ജോർജ് ഒണക്കൂർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.